കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വചനം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും മാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇവിടെ യേശുവിൻ്റെ വലിയ ഒരു ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. മാനവകുലത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്നുകൊണ്ട് പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുവാനും ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിൽ ഒന്നാകണമെന്ന് പറയുകയും യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവ് പറയുകയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. പ്രിയമുള്ളവരെ, വേറൊന്നുമല്ല യേശു ചെയ്തത്. ലോകത്തിൽ അനേകം കാര്യങ്ങളെ ആസ്വദിച്ചു കടന്നു പോകുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് സ്വന്തം മരണത്തെ ആസ്വദിക്കുവാനായി യേശു വന്നത്. യേശു എന്തുകൊണ്ടാണ് ഈ മരണം ആസ്വദിച്ചത്? കാണാതെ പോയ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തിന് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു തൻ്റെ മരണം ആസ്വദിക്കുക ചെയ്തത്. തൻ്റെ ശരീരം നമുക്ക് വേണ്ടി കീറിമുറിച്ചു തന്നു. ആ ശരീരത്തിൽ അടികളേറ്റപ്പോൾ, നിന്ദനങ്ങളേറ്റപ്പോൾ, പരിഹാസങ്ങളേറ്റപ്പോൾ, അവിടുന്ന് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും അനുഭവിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, യേശു കർത്താവ് എല്ലാം സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചവനവൻ. ആസ്വദിച്ചു, സന്തോഷത്തോടു കൂടെ. ഒരു എതിർവാക്ക് പോലും പറഞ്ഞില്ല. ഒരു പരിഹാസം കേട്ടപ്പോൾ കുറ്റപ്പെടുത്തിയില്ല. പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവരറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ആസ്വദിക്കാതെ ആരും പറയുകയില്ല. ഇത് അനുഭവിച്ചാണ് അവൻ മരിച്ചത്. ഭയങ്കര സന്തോഷമായിരുന്നു യേശുവിന്റെ ക്രൂശിത മരണത്തിൽ. എന്തിനാണ്? നമ്മളെ രക്ഷിക്കണം. അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നത് അവിടുന്ന് കാണാൻ കർത്താവ് ഇടയായി. ഈ കണ്ട അല്ലെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ദൈവമകനായി മാറിയ അനുഭവത്തിലേക്ക് നമ്മൾ മാറിയത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും കർത്താവിന്. നമുക്ക് വേണ്ടി ജീവൻ തന്നവന്റെ ആ മഹത്വം നമ്മുടെ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി നടത്തട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.